തിരുവചന ധ്യാനത്തിനായിട്ട് ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഒരാൾ വായിച്ച് സഹായിച്ചാട്ട്. മതി, നമുക്ക് ഒരു നിമിഷം കൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം നൽകുവാൻ ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ നല്ല സന്ധ്യയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസനും കുടുംബത്തിനും കൂടപ്പെട്ടിരിക്കുന്ന മറ്റ് ദൈവഭൃത്യന്മാർ, ദൈവകുഞ്ഞുങ്ങൾ, ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾക്കിവിടെ എത്തി നിങ്ങളോടൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ലഭിച്ച വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കും വന്ന് സംബന്ധിപ്പാൻ ഇങ്ങനെ അവസരം ദൈവം തന്നല്ലോ. അല്പസമയങ്ങൾ ദൈവ വചനത്തിൽ നിന്ന് നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. അതിന് ആധാരമായിട്ട് വളരെ പരിചിതമായ വേദശകലമാണ് വായിച്ചത്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ്. അതിൻ്റെ പ്രാരംഭ ഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. എൻ്റെ കൂടെ വന്ന സഹോദരന്മാരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. മനോജ് ജോഷി, ഈ വീഡിയോ പിടിക്കുന്ന പ്രിയ ജോയൽ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. വായിച്ച വേദഭാഗം ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം. യേശു അടുത്തു ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും, യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവിന് മഹത്വം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാമത് വാക്യം. ദൈവത്തിന് സ്തോത്രം. യേശു അടുത്തു ചെന്നു, യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു പരസ്യമായി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇവിടെ വായിച്ചു കേട്ടത്. ഇത് ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് അല്ലെങ്കിൽ തിരുവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. യേശു ക്രിസ്തു അടുത്ത് എന്ന് ശിഷ്യന്മാരുടെ അടുത്ത് എന്ന് പറയുകയാണ്, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന ഇതിനു മുമ്പ് കർത്താവ് ചെയ്തിട്ടില്ല. ഇതിനു മുമ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തു വരുന്നതിന് മുമ്പ് ഇതുപോലൊരു പരസ്യ പ്രസ്താവന യേശു ചെയ്തിട്ടില്ല. ഇതുപോലെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് മരിക്കുന്നതിന് മുൻപ് ഒരു പരസ്യ പ്രസ്താവന നടത്തിയിട്ടില്ല. നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങൾ. കർത്താവ് ദീർഘമായി പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. ഏതാ? നിങ്ങൾ പറ. ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ പർവ്വത പ്രസംഗം. അത് ഏതൊക്കെ അധ്യായത്തിലാ? ഏഴ്. മത്തായി സുവിശേഷം 5, 6, 7 ഈ 3 അധ്യായത്തിലാണ്
യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ പർവ്വത പ്രസംഗം. അത് ശാന്തമായിട്ട് ധ്യാനിക്കുമ്പോൾ ഏതാണ്ട് 28 സബ്ജക്റ്റുകളോളം കർത്താവ് അവിടെ പ്രസംഗിച്ചെന്ന് 3 ദിവസം കൊണ്ട് 28 വിഷയങ്ങൾ യേശു പ്രസംഗിച്ചെന്ന ഈ വേദപുസ്തകം പഠിക്കുന്ന ആൾക്കാർ പറയുന്നത്. ചിലപ്പോൾ കൂടാം കുറയാം, ഇനി അത് പറഞ്ഞൊരു തർക്കമൊന്നും ഉണ്ടാകരുത്. നമ്മുടെ ആൾക്കാരൊരു ഇച്ചിരി കിട്ടിയാൽ മതി, പിന്നെ അത് പിടിച്ചങ്ങ് തർക്കിക്കുക. എന്തായാലും യേശുക്രിസ്തുവിൻ്റെ ദീർഘമായ പ്രസംഗമാണ് ഈ ഗിരിപ്രഭാഷണം. നല്ല പ്രസംഗങ്ങളായിരുന്നു. സ്തോത്രം. സമാധാനം ഉണ്ടാക്കുന്നവർ നല്ല പ്രസംഗമല്ലേ? സ്തോത്രം. അങ്ങനല്ലേ? ഇപ്പോൾ ദുഃഖിക്കുന്നവർ നിങ്ങൾക്ക് സ്തോത്രം. നല്ല പ്രസംഗങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിലൊന്നും യേശുക്രിസ്തു ഇതുപോലെ സ്വർഗത്തിനും ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രസ്താവിച്ചിട്ടില്ല. പിന്നീട് നമ്മുടെ കർത്താവിൻ്റെ ഒരു ദീർഘമായ പ്രസംഗമാണ് ഒലിവുമല പ്രഭാഷണം. അതിനിടയ്ക്കും കർത്താവ് ഒത്തിരി പ്രസംഗിച്ചു. വേറെ സ്ഥലങ്ങളിൽ പോയി യേശു പ്രസംഗിച്ചു. പടകിലിരുന്നുള്ള പ്രസംഗം, ബഥാനിയിൽ വെച്ച് പ്രസംഗിച്ചു. പിന്നെ ഗലീലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് യേശു പ്രസംഗിച്ചു. അനവധി ഇടങ്ങളിൽ യേശു പ്രസംഗിച്ചു. അവിടെ ഒന്നും സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പരസ്യമായിട്ട് പ്രസ്താവിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തുന്നത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പറയുകയാണ്, സകലത്തിൻ്റെ മേലും അധികാരം എനിക്കാണെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവാണ് സകലത്തിൻ്റെയും അധികാരി. സ്വർഗത്തിനും ഭൂമിയിലെ സകല അധികാരവും നമ്മുടെ കർത്താവിന്. അതുകൊണ്ട് ഒരു കാര്യം ദൈവകുഞ്ഞുങ്ങളോട് പറയാം, നമ്മുടെ കർത്താവ് അറിയാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. സ്തോത്രം. യേശു ക്രിസ്തു അറിയാതെ നമുക്കൊന്നും സംഭവിക്കുകയില്ല. ചില ദൈവകുഞ്ഞുങ്ങളൊക്കെ ചില പ്രശ്നങ്ങളും വിഷയങ്ങളും വരുമ്പം ഉറക്കെ പറഞ്ഞില്ലെങ്കിലും പതുക്കെയെങ്കിലും പറയാറുണ്ട്, ഇല്ലേ ഹൃദയത്തിലെങ്കിലും പറയാറുണ്ട്, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലയോ? ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടതയും ബുദ്ധിമുട്ടും ഈ പ്രശ്നമൊന്നും നീ കാണുന്നില്ലയോ? എത്ര നാൾ കൊണ്ട് ഞാനിത് അനുഭവിക്കുക. ഞാനൊരു കാര്യം പറയാം, നമ്മൾ അനുഭവിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട്. കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ദൈവം അറിഞ്ഞ. ഇനി എന്തെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിലും അത് നമ്മുടെ കർത്താവ് അറിഞ്ഞ. അതുകൊണ്ട് കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. സകലത്തിൻ്റെയും അധികാരി നമ്മുടെ കർത്താവാണ്. കോവിഡ് വന്നു, അത് ദൈവം അറിഞ്ഞു വന്നതാ, ദൈവം അറിയാതൊന്നുമല്ല. ചിലപ്പോൾ ഇത് മനുഷ്യനിർമ്മിതമോ തന്നെ ഉണ്ടായതോ ഇനി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കുഴപ്പടിക്കുണ്ടാക്കിയതോ എന്തും ആയിക്കോട്ടെ, എന്തായാലും കൊള്ളാം, ദൈവം അറിയാതെ ഇത് വരികയില്ല. ആർക്കെങ്കിലും കോവിഡ് വന്നിട്ട് ഉണ്ടെങ്കിൽ നിരാശപ്പെടരുത്, അതും ദൈവം അറിഞ്ഞുകൊണ്ടാണ്. ഇനിയും കോവിഡ് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയത് വന്ന എന്തോ ഷില്ലോ അതാന്തേലും ദൈവം അറിഞ്ഞ. ഇതെല്ലാം ദൈവം അറിയാറൊന്നും നടക്കത്തില്ല. സകലത്തിൻ്റെയും അധികാരി നമ്മുടെ കർത്താവാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി ബലപ്പെട്ടോണം. നിന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. സകലത്തിൻ്റെയും അധികാരി നമ്മുടെ കർത്താവാണ്. ഈ ദൈവം അറിയാതെ ദൈവമക്കൾക്ക് ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള വിഷയം
തെളിയിക്കാനായിട്ട് ഞാൻ വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയെ ഇന്ന് രാത്രി ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തുക. നിങ്ങൾക്കറിയാം എങ്കിലും ഒന്നുകൂടെ ഒന്ന് എൻ്റെ ശൈലി പരിചയപ്പെടുത്തുക. ദൈവമറിയാതെ ദൈവമക്കൾക്ക് ഒന്നും സംഭവിക്കത്തില്ല. ഈ വിഷയം തെളിയിക്കാൻ പഴയ നിയമത്തിലെ ഒരു ചെറിയ സംഭവം, ചെറിയ സംഭവമല്ല, ഒരു വലിയ വിഷയമാണ്. അതിന് ഉദാഹരണമായിട്ട് എടുക്കുന്നത് ദൈവത്തിൻ്റെ ദാസനാകുന്ന ഇയ്യോബിനെയാണ്. വിഷയം മറന്നു പോകരുത്. ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. ഈ വിഷയം തെളിയിക്കാൻ പഴയ നിയമത്തിലെ ഭക്തനായ ഇയ്യോബിനെയാണ് ദൃഷ്ടാന്തമായി ഇന്ന് രാത്രി എടുക്കുന്നത്. വേദപുസ്തകം പഠിക്കുന്ന, വായിക്കുന്ന, ധ്യാനിക്കുന്ന എല്ലാവർക്കും ഇയ്യോബിനെ അറിയാം. സ്തോത്രം. ഇയ്യോബിന് എത്ര മക്കളുണ്ടായിരുന്നു? ഞാൻ ചോദിക്കുന്നവരെ ആൻസർ പറയാവുള്ളൂ. എല്ലാവർക്കും ഇന്ന് രാത്രി ചോദ്യം തരും. 3 മക്കളുണ്ടായിരുന്നു. എത്രയുണ്ടായിരുന്നു? 10, 12 ഉള്ളതാട്ടെ. 12 ആട്ടെ. 20 മോളോർത്തത് പെൺപിള്ളേർ എത്രയുണ്ടെന്നാ അല്ലയോ? അവൾ പെണ്ണായതുകൊണ്ട് പെണ്ണിൻ്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. അപ്പോൾ ഭക്തനായ മനുഷ്യനായിരുന്നു ഇയ്യോബ്. നാം ഇയ്യോബിനെ പറ്റി വായിക്കുന്നത് ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നെന്ന. ഇത് ഉണ്ടായെന്നിരിക്കട്ടെ, ഉണ്ടെന്ന് കരുതുക, അങ്ങനല്ല, ഉണ്ടായത് നടന്ന സംഭവമാണ്. സ്തോത്രം. വായിച്ചേ 1-ാം വാക്യം, 1:1. നന്നായിട്ട് വായിക്കണം. അല്ല, ഇവിടെ തന്നെ വായിച്ചോട്ടെ, ഇവര് തന്നെ വായിച്ചോട്ടെ. ഊസ് ദേശത്ത് മൈക്ക് ഓൺ ചെയ്ത് കൊടുക്കും. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നിർത്തേ. ഇത് കെട്ടുകഥയും അതിശോക്തിയും അമ്മുമ്മക്കഥയും കിഴവിക്കഥയും ഒന്നും അല്ല. മനസ്സിലായോ? പണ്ട് 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 ഒരപ്പൂപ്പനുണ്ടായിരുന്നു, അതൊന്നുമല്ല. സ്തോത്രം. അപ്പൂപ്പനും അമ്മുമ്മയും കൂടി ഇങ്ങനെ ജീവിച്ചിരുന്ന വേളയിൽ പണ്ടത്തെ കഥ കേട്ടിട്ടില്ലേ? സ്തോത്രം. ഇത് നിർമ്മിത കഥയല്ല, കെട്ടുകഥയല്ല, അതിശോക്തിയല്ല, പരമാർത്ഥമായ കാര്യമാണ്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. ഈ വേദ പഠിതാക്കൾ പറയുന്നത് ഈ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിനെന്ന്. ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കം. ഇന്ന് രാത്രി വചന പഠനവും കൂടാ കേട്ടോ. അപ്പം ഉപവാസ പ്രാർത്ഥനയല്ലേ, വചനം ഒന്ന് ധ്യാനിച്ച്. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. കാരണം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മകനായ ഇസഖാരിന്റെ 3ാമത്തെ പുത്രനായിരുന്നു ഇയ്യോബ് എന്ന. സ്തോത്രം. ആരാ? അത് എളുപ്പമുണ്ടല്ലോ, 3ാമത്തെ പുത്രൻ. അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനാകുന്ന യാക്കോബിന്റെ മകനാകുന്ന ഇസഖാരിന്റെ മകനാകുന്ന 3ാമത്തെ പുത്രനാണ് ഇയ്യോബ്. സ്തോത്രം. വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിന്റെ 13ാമത്തെ വാക്യം. ഇപ്പോഴേലും ഒന്ന് ബൈബിൾ എടുക്കുമല്ലോ. മോൻ വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 13 വായിച്ച് ഉറക്കെ വായിരും മോനെ. ഇസഖാറിന്റെ പുത്രന്മാർ തോലാന്നോ എന്താ? നന്നായിട്ട് വായിക്കുന്നു. ഇസഖാറിന്റെ പുത്രന്മാർ തോല, പൂവ, യോബ്. എൻ്റെ പൊന്നച്ചോ, നിനക്ക് വായിക്കാവോ? കുഞ്ഞു കിടന്ന ഞാൻ ചോദിക്കുകയല്ലെന്ന് ഓർത്താണ് കുഞ്ഞു കിടന്ന് വായിച്ച്.
ഇസ്ഹാരിന്റെ പുത്രന്മാർ തോല, പൂവ, യോബ്, ശിമ്രോൻ. എല്ലാവരെയും കൊണ്ട് ഇന്ന് വേദപുസ്തകം വായിപ്പിക്കും. ഒരുങ്ങിയിരുന്നോണം കേട്ടോ വായിക്കാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇസഖാരിന്റെ പുത്രന്മാർ തോല, പൂവ, യോബ്. യോബ് 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 എന്ന് എഴുതിയിട്ടില്ലല്ലോ. യോബ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് യാശൂബ് എന്ന. ഉൽപ്പത്തി 46:13 യോബ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് യാശൂബ്. വായിച്ചേ, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിര്. ഇസഖാരിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ്. ശ്രദ്ധിച്ചേ, കുനിഞ്ഞു കിടക്കുക, ഇങ്ങോട്ട് നോക്കുക, വായിച്ചല്ലോ ഇന്ന് ഞങ്ങൾ കവന്ന് കിടക്കുക. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 46:13 വായിച്ചത് യോബ്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ൽ കണ്ടത് യാശൂബ്. അപ്പം തർക്കം വരും, ഇത് തന്നെയാണോ അത് തന്നെയാണോ ഇത്? അപ്പം അത് ഒരു വാക്യവും കൂടെ വായിക്കുമ്പോൾ തെളിയും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത കണ്ടുമിരിക്കുന്നു. അപ്പൊ അവിടെ യോബെന്ന. അപ്പൊ ഉൽപ്പത്തി 46:13 യോബെന്നും, ദിനവൃത്താന്ത 1-ാം പുസ്തകം 7-ന്റെ 1-ൽ യാശൂബെന്നും, ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബെന്നും, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ൽ യോബ്. അപ്പൊ ഇതെല്ലാം ഒരാൾ തന്നെ. സ്തോത്രം. നമ്മൾ ചിലരെ വയ്ക്കല്ലേ മത്തായിച്ചൻ, അത് തന്നെ മത്തായി, അത് തന്നെ മത്തൻ. ഞങ്ങൾക്കറിയാം ഒരാളെ മത്തനെന്നും വിളിക്കും, മത്തായി എന്ന് വിളിക്കും, മത്തായിച്ച എന്ന് വിളിക്കും, മത്തച്ച എന്ന് വിളിക്കും. എല്ലാം ഒറ്റ ഒരു താഴെ. മനസ്സിലായോ? ചിന്നയെന്ന് വിളിക്കും, ചിന്നമ്മാമ്മയെന്ന് വിളിക്കും, ചിന്നമ്മയെന്ന് വിളിക്കും, ചിന്നമ്മച്ചി എന്ന് വിളിക്കും. അല്ലേ ഒരാൾ എന്ന് പറഞ്ഞ പോലെ യോബ്, ഇയ്യോബ്, യാശൂബ് ഇതെല്ലാം ഒരാൾ തന്നെ. അപ്പം ഈ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് യോബിൻ്റെ പുസ്തകത്തിന്. അങ്ങനെ പഠിക്കുമ്പോൾ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. ജീവിച്ചിരുന്നയാളാണ്. അവിടെ വായിക്കുന്നത് ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇത് കെട്ടുകഥയല്ല, അമ്മുമ്മ കഥയല്ല, ഉമ്മാക്കി കഥയല്ല, ഉള്ള കാര്യമാണ്. ഉമ്മാക്കി കഥ എന്ന് പറഞ്ഞാൽ പണ്ട് പിള്ളേർ ആഹാരം കഴിക്കാതിനും പഴയ അമ്മമാർ മടിയിലിരുത്തി വെച്ച് ചോറിങ്ങനെ ഉരുട്ടി വെച്ച് പറയും, പെട്ടെന്ന് കഴിക്കാണ്ട ഉമ്മാക്കി ഇരിക്കുന്ന അവിടെ ഓണ്ടിരിക്കുന്നു ഉമ്മാക്കി. അങ്ങനൊരു സാധനം എനിക്കിപ്പം 46 വയസ്സുണ്ട്, ഞാൻ ഇന്ന് വരെ ഉമ്മാക്കിയെ കണ്ടിട്ടില്ല. എത്ര വയസ്സുണ്ട് അമ്മാമ്മയ്ക്ക്? ഉറക്ക സത്യം പറഞ്ഞോ, എത്രയുണ്ട്? 55. ഉമ്മാക്കിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനും കണ്ടിട്ടില്ല. അതാ, കണ്ടിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ ഒപ്പിച്ചതാ എന്ന് പറഞ്ഞ പോലെ ഇത് ഉമ്മാക്കിക്കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. ഇനി അവന്റെ വിശേഷതകളാണ് താഴത്തെ വാക്യത്തിൽ വായിര്. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവൻ. 4 വിശേഷത ഇയ്യോബിനുണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തി. ദൈവഭക്തൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ. 4 ക്വാളിറ്റി ഉണ്ട് ഇയ്യോബിന്. നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്കതയും നേരുമുണ്ടെങ്കിൽ ദൈവഭക്തിയില്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ദോഷം വിട്ടകലത്തുമില്ല. സകല ദോഷവും നമ്മുടെ കൂടെ ഉണ്ട്. ഇനി മറിച്ച് എല്ലാം തികഞ്ഞവരാരുമില്ല താനും. പണ്ടൊരു യോഗത്തിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, എല്ലാം തികഞ്ഞവരുണ്ട്, കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ഒരപ്പൻ കൈപൊക്കി. പിന്നീട് അറിഞ്ഞപ്പോൾ പാവ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. കാരണം ഈ ഉപദേശന്മാർ കൂടെ കൈപൊക്കിക്കുമല്ലോ.
അപ്പോൾ ഉറക്കപ്പിച്ചിന് കയറ്റം പുള്ളി ഓർത്ത് കൈവക്കാൻ ഏതാണ്ട് വിഷയം പറഞ്ഞ് കാരണം വരുന്ന ഉപദേശം അല്ല ചെല്ലെ കണ്ടിട്ടില്ലേ, ഒരിക്കൽ കൂടക്കാരം ഉയർത്തിയാട്ട്, ഒരിക്കൽ കൂടക്കാരം. അപ്പം അപ്പനോർത്തി അങ്ങനെ ഒരു ആളാന്ന് ഓർത്താ കൂടെ കുത്തിയിരുന്ന് അങ്ങ് ഉറങ്ങ, അതിനിടയ്ക്ക് അങ്ങ് പൊക്കിയതാണ്. അടുത്തിരുന്ന പുള്ളി എന്തോ കേട്ടേച്ചായി പൊക്കിയെന്ന് ചോദിച്ചു. എന്നാന്ന് ചോദിച്ചു. അപ്പം എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനുമില്ല, എന്നാൽ എല്ലാം തികഞ്ഞ ഒരുവനേ ഉള്ളൂ, നസറായനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് സർവ്വസമ്പൂർണനാ. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. എബ്രായ ലേഖനത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ മോശയേക്കാൾ വലിയവൻ, യോശുവായേക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. ഉന്നതനായ ഒരുവനെയുള്ള യേശുക്രിസ്തു മാത്രം. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000 സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. താളം അടിച്ചില്ലെന്നുള്ള തെറ്റിക്കരുത്, മര്യാദയ്ക്കിരുന്നാൽ മതി. ഞാൻ പറയാം, ഒടുവിലൊരു പാട്ട് പാടുമ്പോൾ ഒന്നിച്ചടിച്ചാൽ മതി, ഇടയ്ക്ക് കയറി അടിച്ച് അവതാളത്തിലാക്കരുത്. താളക്കാരൻ്റെ താളം പോയാൽ മേളക്കാരൻ അവതാളത്തിലെന്ന ഉണ്ട്, അവതാളത്തിലാക്കരുത്. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം തികഞ്ഞ ഒരുവനേ ഉള്ളൂ, നസറായനാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം. അപ്പൊ ഇയ്യോബിനെ പറ്റി പറയുകയാണ്, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. നല്ല മനുഷ്യനാ. 4 വിശേഷത അവിടെ തന്നെ രേഖപ്പെടുത്തി. ഇനി ഇയ്യോബിന്റെ വിശേഷത താഴോട്ട് വായിര്. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അപ്പോൾ 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. അപ്പൊ 7 3 10 പിള്ളേര്. 10 പിള്ളേരെന്ന ബഹുമതി ഇയ്യോബിനുണ്ട്. നമുക്ക് ഞൊട്ടാൻ പോലെ 2 എണ്ണം ഉള്ളൂ. നമ്മൾ നിലത്തും താഴെ നിൽക്കുകയല്ല. മൂത്തവൻ സാം കുട്ടി, ഇളയവൻ ലൂയിസ് കുട്ടി, 2 പേര്. ഇയ്യോബിന് കലാപുലി പോലെ 7 ആൺപിള്ളേര്, 3 പെൺകുട്ടികളും. അപ്പം ആണിനാണും പെണ്ണിന് പെണ്ണും. 10 പിള്ളേരുടെ ബഹുമതി. പണ്ട് കാലത്തൊക്കെ പിള്ളേർ ധാരാളം ഉണ്ട്, അത് അനുഗ്രഹമാണ്. നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും കൊള്ളാം, എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഞാൻ ദൈവകുഞ്ഞുങ്ങളോടും പറയാറുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളെ, ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ തടയരുത്. കുഞ്ഞുങ്ങൾ ധാരാളം വേണം. ഇപ്പം നിങ്ങൾ പറയാതെ എനിക്കങ്ങ് പറഞ്ഞേച്ച് പോയാൽ മതി, ഒന്നിനെ കൊണ്ട് ഞാൻ കിടന്ന് കഷായിക്കുന്ന കഷായം ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടാ വരെ പോലെ ആയിരിക്കുന്നത്. ആ കാശിന് അനുസരണം എന്ന് പറയുന്നത് അല്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ഇതിനെ തന്നെ വളർത്തുന്ന പാട് എനിക്കും ദൈവത്തിനുമേ. പക്ഷെ പുസ്തകം അങ്ങനെ പറയുന്നില്ല. മക്കൾ യഹോവ തരുന്ന ദാനമെന്നൊന്നും ബൈബിളിലില്ല. വേറെ ദിവസം തെറ്റിച്ച് പോയരുത്. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലവും. വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെയാ യൗവനത്തിലെ ഈ വീരൻ്റെ കയ്യിലെ അസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ പറയാം. വീരൻ്റെ കയ്യിലെ അമ്പും വില്ലുമുണ്ട്. ഈ ആവനാഴിക്കകത്ത് ഒരു അസ്ത്രമായിട്ടല്ല നടക്കുന്നത്. ഇപ്പം പിടി കിട്ടിയല്ലോ. ഇനി 2, ആ ഒന്നെടുത്ത് തൊടുത്താൽ കൃത്യത്തിന് എന്ന് കൊള്ളും.
മനസ്സിലായി കാണും. നമ്മുടെ ഒന്ന് സഭാഗോളി വന്നാൽ ഒന്ന് സഭാഗോളി കയറുകയല്ല, ഒരു ഉന്നവും ഇല്ല ഉള്ളതല്ല. ഒന്ന് പ്രാർത്ഥനയ്ക്കിരുന്നാൽ ഒന്ന് മൊബൈലുമായിട്ട് വെളിയിൽ നിൽക്കും അല്ലേ? മൂത്തവൻ പ്രാർത്ഥന ഇരിക്കുമ്പം ഇളയവൻ നെറ്റിനകത്ത് കയറി, ഇളയവൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം മൂത്തവൻ തള്ളക്കന്നേരം വേറെ കോള് വന്നുകൊണ്ടിരിക്കുക. യാതൊരു ഉന്നവും ഇല്ലാത്ത വീട്ടുകാരുണ്ട്. എന്നാൽ വീരന്റെ കയ്യിലെ അസ്ത്രം അങ്ങനെയല്ല. സ്തോത്രം. അതെ, നമ്മുടെ വിഷയമല്ലല്ലോ. മക്കൾ അകവാതിരുന്ന അവകാശമാണ്. അതുകൊണ്ട് തലമുറകളെ ദൈവം തരുന്നതിനെ തടയരുത്, അത് പാപമാണ്. സ്തോത്രം. വാക്യങ്ങളും സംഭവങ്ങളും ഇപ്പം നിരത്തേണ്ട സന്ദർഭവും സമയവും ഇവിടെ അല്ല, ഇതുമല്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. തലമുറയെ ദൈവം തരുന്നതാ, അതിനെ കൈക്കൊള്ളണം. അല്പം ബുദ്ധിമുട്ടും ഞെരുക്കവും ഒക്കെ വരും, അതിനൊക്കെ ദൈവം പുലർത്തിക്കോളും. ദൈവം തന്നതാണെങ്കിൽ അതിനെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നെങ്കിൽ നിന്റെ തലമുറയ്ക്ക് അതതിൻ്റെ കാര്യം നടത്താൻ ദൈവം വിശ്വസ്തനാ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൾ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. ഓ കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. അപ്പൊ നമ്മെ പുലർത്തുവാൻ പരിപാലിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. തലമുറകളെ ദൈവം തരുന്നതാ, അതിനെ പുലർത്തുവാൻ ദൈവം ശക്തനാ. ആട്ടെ, അപ്പൊ 7 ആൺകുട്ടികളും 3 അവക്ക് അങ്ങ് വെള്ളം കുടിയാന്നില്ല. വന്നപ്പം മുതൽ ഒരു ഫ്ലാസ്ക് വെള്ളമായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ അവിടെ വന്നിരുന്നപ്പോൾ മുതൽ മതി കുടിച്ചത്. മതി മോളെ, ഇനി അവിടെ അടച്ചു വെക്ക്. ഒത്തിരുന്ന് അങ്ങ് കുടിക്കുക. ആ മോൾ ഇങ്ങോട്ട് നോക്ക്, ഇനി ഇങ്ങോട്ട് നോക്ക്, പാസ്റ്റർ അങ്കിളിനെ നോക്ക്. അപ്പം 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും 10 പിള്ളേര് ഇയ്യോബിനുണ്ട്. എത്ര പിള്ളേരുണ്ട് മോനെ? എത്ര എണ്ണം? അതാരൊക്കെയാ? കണക്ക് പറ. ആണെത്ര പെണ്ണെത്ര? ആ അപ്പൊ 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും 10 പേര്. ഇനി അടുത്ത വാക്യം വായിച്ചേ. അവന് 7000 ആടും അവൻ 7000 ആടും 3000 ഒട്ടകം. അപ്പൊ അത് തന്നെ എത്രയുണ്ട്? ആമേനോ? 10,000. 7000 ആടും 3000 ഒട്ടകം. 7 3 10. 7000 ആടും 3000 ഒട്ടകം, പിന്നെ 500 കാള. ഒരേർ കാള എന്ന് പറഞ്ഞാൽ 2 കാളയാ. ഒരേർ കാള 2 കാളയാ. അപ്പൊ 500 ഇൻറ്റു 2 സമം 1000 കാള. നമുക്ക് എങ്ങാണ്ടിൽ നിന്ന് കിട്ടിയ ഒരു പശുവുണ്ട്, അതിന് വെട്ടുവാദമാണ്. 2.5 ലിറ്റർ പാല് തന്നെ കഷ്ടിച്ച അത് ഇന്നാൾ കറക്കാൻ ചെന്നപ്പോൾ ഒറ്റ തൊടിക്ക് അത് പോവുകയും ചെയ്തു. നമ്മൾ എന്നിട്ട് പറഞ്ഞ ഫാം നടത്തുക എന്ന്. ഇയ്യോബിന് 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയും പിന്നെ പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ഇയ്യോബിന് ഇഷ്ടംപോലെ സമ്പത്തുള്ള മനുഷ്യനാ അക്കാലത്ത്. 7000 ആടും 3000 ഒട്ടകവും 500 കാള 500 പെൺകഴുതയും ഇഷ്ടം പോലെ ദാസന്മാരും. മൃഗസമ്പത്ത് നന്നായിട്ടുള്ള ആളായിരുന്നു ഇയ്യോബ്. ഇഷ്ടംപോലെ മൃഗസമ്പത്ത്. പുരാതന കാലത്ത് ഒരു മനുഷ്യന്റെ സാമ്പത്തിക നിലവാരത്തിന്റെ ഭദ്രത തുലനം ചെയ്യുന്നത് മൃഗത്തിൻ്റെ എണ്ണം നോക്കിയ. ഇപ്പോഴല്ല, പണ്ട് ഒരു മനുഷ്യൻ്റെ
സാമ്പത്തിക നിലവാരത്തിൻ്റെ ഭദ്രത തുലനം ചെയ്യുന്നത് മൃഗത്തിൻ്റെ എണ്ണം നോക്കിയ. എന്ന് പറഞ്ഞാൽ കന്നുകാലി ധാരാളമുണ്ടെങ്കിൽ അവൻ കാശുകാരനാണ്. ഇന്ന് നേരെ തിരിച്ച് ആ കന്നുകാലി ഉണ്ടെങ്കിൽ പറയുന്നത് എന്നാണ്, ഓ വലിയ ഗതിയൊന്നുമില്ല കന്നാലിയെ, അങ്ങനെ നേരെ തിരിച്ചു. ഇന്നിപ്പം കാശുകാരൻ തപ്പുന്നത് വലിയ വീടും വണ്ടി 2 മുറ്റത്ത്. നമ്മുടെ കണക്കിനുണ്ടെന്ന് വണ്ടിയും ലോണ, വീടും ലോണ്. വീടിൻ്റെ ആധാരം ബാങ്കിൽ ഇരിക്കുക, വണ്ടി മാറ്റിയായിട്ടിരിക്കുക, നമ്മുടെ വീട്ടിൽ ഇടുന്നുമില്ല, CC-കാർ പിടിച്ചോണ്ട് പോകുന്നതിന് അല്ലേ. എന്നിട്ട് പറയുന്ന കാശുകാരനാണ്, അവനറിയാം എങ്ങനെയാലും വണ്ടി ദൈവമേ ചിലവിടെ നമുക്ക് കാറേ വേണ്ട അങ്ങനെ അവരെങ്ങാനും കണ്ടാൽ പിടിച്ചോണ്ട് നടന്നങ്ങ് പോയാൽ മതി, കാറ് വീട്ടിൽ ഇട്ടേച്ചു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന, വണ്ടിയും കാറും ഒക്കെ ഉണ്ട്, അവൻ കാശുകാരനാണ്. എന്നാൽ പുരാതന കാലത്തൊരു മനുഷ്യൻ്റെ സാമ്പത്തിക നിലവാരത്തിൻ്റെ ഭദ്രത നോക്കുന്നത് മൃഗത്തിൻ്റെ എണ്ണം വെച്ചാൽ. അത് അബ്രഹാമും യാക്കോവും അല്ല സമ്പന്നന്മാരാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ധനാഢ്യനായ മനുഷ്യനായിരുന്നു ദൈവത്തിൻ്റെ ദാസനാകുന്ന ഇയ്യോബ്. വലിയ ധനാഢ്യന. ഇയ്യോബിൻ്റെ ഒരു പ്രത്യേകത, വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ദൈവഭക്തനുമാ, തികഞ്ഞ ഭക്തന. ഇന്ന് ചില ഇടങ്ങളിൽ സമ്പത്ത് കണ്ടമാനം വന്നാൽ ചിലർക്ക് ഭക്തി കാണുകയില്ല. സ്തോത്രം. എന്നാൽ എനിക്ക് സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയുള്ള ചിലരെ അറിയാൻ, തികഞ്ഞ ആത്മീകര. സ്തോത്രം. അവരുടെ ആ സമീപനവും ഇടപാടും സംസാരവും വിധേയത്വവും വിനയവും ഒക്കെ കണ്ട നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നു, ബെഡ്റൂമിലോട്ട് പോകുന്ന ലിഫ്റ്റ് വഴിയാണ്. ലിഫ്റ്റ് മനസ്സിലായില്ലേ? ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിഫ്റ്റേ കരുതി മെഡിക്കൽ കോളേജിൽ ഇവിടെ ചെന്നപ്പോഴാണ്. അതും പേടിച്ചാൽ നിന്നത്, എങ്ങാനും ഇടയ്ക്കെങ്ങാനും നിന്ന് പോയെങ്കിൽ അല്ലേ. മാമ ഇല്ല, ഞാൻ സ്റ്റെപ്പ് കയറി വന്നോളാം മയ്യയിലും, ഞാനിതിനകത്ത് അല്ലേ. ഇത് വീട്ടിൽ ലിഫ്റ്റ് ഉണ്ടെന്ന്, ബെഡ്റൂമിലോട്ട് പോകാൻ. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ലിഫ്റ്റിലോട്ട് കയറി പറഞ്ഞു ബെഡ്റൂമിലോട്ട് പോക്കോളാം. പക്ഷേ ആ മനുഷ്യൻ്റെ വിധേയത്വവും വിനയവും എന്തോ എളിമയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി സാധാ ഒരു വേഷത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ 2 ഇഷ്ടിക എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാഞ്ചീപുരം ഇല്ലാതെ വെളിയിലോട്ട് ഇറങ്ങുകയല്ല. ആകെ 2 ഇഷ്ടികയാണ്. അത് തേച്ചിട്ട് പോലും ഞങ്ങളുടെ ഒരു തെയ്യാമ്മ കൊച്ചമ്മയുണ്ട്. പിള്ളേർ അഹങ്കരിച്ചപ്പോൾ കൊച്ചമ്മ പറഞ്ഞാൽ എന്നാടാ ഈ ഇഷ്ടിക കണ്ടോണ്ട് ചാടുന്നത് എന്നാന്ന്. 2 ഇഷ്ടിക കണ്ടോണ്ട് നീ മനുഷ്യൻ്റെ പ്രകൃതിയായി പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ദൈവഭക്തനുമാ. എന്നാൽ ചിലരെ കണ്ട് ഒരാഴ്ച ജോലി ചെയ്താൽ ഇച്ചിരി പൈസ കൈ കിട്ടട്ടെ, അഹങ്കാരം ചിലർക്ക്. 500 രൂപ കയ്യിലുണ്ട്, ഉടനെ അത് ആ വെള്ള ഷർട്ടിൻ്റെ പോക്കറ്റ് ഇട്ട് 500 തെളിഞ്ഞ് കാണണം. എന്നുവെച്ചാൽ പ്രാവച്ചമ്പലത്തിൽ ചെന്ന് ചുമ്മാ പോകുന്നതിനെ ഒരം വെക്കും. അവൻ ഒറ്റ അടിയടിച്ച് താഴെ ഇടും. അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 500 തീർന്ന് വേറെ വന്നവർ 500 കൂടെ ഉണ്ടോ? അഹങ്കാരം കണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സ്തോത്രം. എന്നാൽ ഇയ്യോബ് അങ്ങനല്ല, തികഞ്ഞ ദൈവഭക്തനാ, വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ഭക്തനുമാ. എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയിലും അദ്ദേഹം ദൈവത്തെ ആരാധിക്കുന്നവനാ. സമ്പൽ സമൃദ്ധിയിലും ദൈവത്തെ ആരാധിക്കാൻ. ഞാനൊരു കാര്യം പറയാം, സമ്പത്ത് ഉണ്ടാകുന്നത് പാപമാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. ഇല്ല, സമ്പത്ത് വർദ്ധിക്കുന്നത് പാപമാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. സ്തോത്രം. പക്ഷെ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം ദൈവത്തിലായിരിക്കണം. സങ്കീർത്തനക്കാരൻ്റെ ഭാഷ്യമായിരിക്കണം നമുക്കും പറയാനുള്ളത്. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോല. സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്, ബലം ദൈവം.